ഞാൻ സിറിയ സന്ദർശിക്കുന്ന ആ കാലത്ത് വളരെ ശാന്തസുന്ദരമായൊരു സിറിയയായിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോലെ വെടിയുടെയും പകയുടെയും ഒന്നും ഒരു നാടായിരുന്നില്ല. കൂട്ടക്കൊലകളുടെ നാടായിരുന്നില്ല. മിസൈലുകളും ബോംബുകളും വന്ന് വീണ് തകർന്ന് തരിപ്പണമായൊരു സിറിയയായിരുന്നില്ല. വളരെ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളും സ്നേഹസമ്പന്നരായ മനുഷ്യരും വളരെ ഗംഭീരമായ ചരിത്ര സ്ഥലങ്ങളും എല്ലാം ഉള്ള ഒരു അത്ഭുത രാജ്യമായിരുന്നു സിറിയ. എൻ്റെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ഫാരിസ് അൽഗോറി എന്ന് പറയുന്ന ഗൈഡും ഹുസാം എന്ന് പറയുന്ന ഡ്രൈവറും എല്ലാം ചേർന്ന് 3-4 ദിവസം ഞങ്ങൾ വളരെ രസകരമായ യാത്രയാണ് നടത്തിയത്. അവിടെ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം അവിടുത്തെ ഭക്ഷണമായിരുന്നു. ലെബനീസ് ഭക്ഷണത്തിൻ്റെയും അറബി ഭക്ഷണത്തിൻ്റെയും എല്ലാം കൂടെ മിശ്രണം. പാൽമിറയിലെ ചരിത്ര നഗരത്തിൻ്റെയും ബാൽദേവൻ്റെ ക്ഷേത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഭക്ഷണം കഴിക്കാൻ പോയത് പാൽമിറയുടെ പുതിയ നഗരത്തിലേക്കാണ്. ഈ പുതിയ നഗരത്തിൽ ഏതാണ്ട് 50,000 ആളുകൾ വസിക്കുന്നുണ്ട്. പുതിയ നഗരത്തിൽ അറബി നാടുകളിലെ സാധാരണഗതിയിലുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ 1-2 നിലകൾ, ഒരു സമ്പന്നമല്ലാത്ത അറബി നാടിൻ്റെ കാഴ്ചകളാണ് എല്ലായിടത്തും. അപ്പോൾ ഇടുങ്ങിയ തെരുവുകൾ, ആ തെരുവുകളുടെ ഓരങ്ങളിൽ കുബൂസ് വിൽക്കുന്ന ആളുകൾ, പച്ചക്കറി വിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വീട്ടു സാധനങ്ങൾ വിൽക്കുന്നവർ, ഇവരൊക്കെ നിരന്നിരിക്കുന്നു. ഉച്ചയാകുമ്പോൾ തെരുവിൽ അധികം ആളൊന്നും ഉണ്ടാവില്ല, എല്ലാവരും വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞ് വെയിലൊക്കെ ആറുമ്പോൾ ഒരു 4 മണിയൊക്കെ കഴിയുമ്പോഴേക്കാണ് ഇവർ തിരിച്ച് വീണ്ടും തെരുവിലേക്ക് വരിക. പിന്നെ വൈകുന്നേരം രാത്രി വൈകുവോളം കച്ചവടമൊക്കെ നടക്കും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെന്ന ഈ പാൽമിറയുടെ പുതിയ നഗരത്തിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലെത്തുമ്പോൾ ആ തെരുവ് ഏകദേശമൊക്കെ വിജനമാണ്. അപ്പോൾ ഫാരിസ് അമ്മാവന് പരിചയമുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നല്ല മാംസ വിഭവങ്ങൾ കിട്ടും. സിറിയൻ ഭക്ഷണത്തിലും പ്രത്യേകിച്ച് അറബി നാടുകളിലെ ഭക്ഷണത്തിലും മാംസം ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പച്ചക്കറി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അവർക്ക്. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുന്നു. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ മുൻഭാഗത്താണ് കിച്ചൺ, പ്രധാന കിച്ചൺ മുൻഭാഗത്തായിരിക്കും. അവിടെയാണ് വിഭവങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോഴേ ഫാരിസ് അമ്മാവൻ ഈ പാചകക്കാരനോട് കുറേ കുശലമൊക്കെ പറയുന്നു. ഇവരൊക്കെ ആരെ കണ്ടാലും കുറേ നേരം വിശേഷങ്ങൾ പറയും. അത് കഴിഞ്ഞ് വന്ന കാര്യം പറയുള്ളൂ. അത്യാവശ്യത്തിന് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് മേടിക്കാനാണ് ചെല്ലുന്നതെങ്കിലും വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് വീട്ടിൽ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, എല്ലാവർക്കും സുഖമാണോ, മറ്റേ കാര്യം എന്തായി എന്നൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടേ മരുന്നിൻ്റെ കാര്യം പറയുള്ളൂ. അത് കഴിഞ്ഞ് മരിക്കാൻ കിടക്കുന്നയാൾക്ക് മരുന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഇവരുടെ ഒരു രീതിയാണ്. അല്ലാതെ വെറുതെ ചെല്ലുമ്പോഴേ കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരശൂന്യമായിട്ടാണ് അവർ കാണുന്നത്. കുശലമൊക്കെ പറഞ്ഞ് ഒരു സൗഹൃദമൊക്കെ വീണ്ടും ഊട്ടി ഉറപ്പിച്ച് വേണം നമ്മൾ കാര്യത്തിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. കടക്കാരനോടും അവിടുത്തെ പാചകക്കാരനോടും ഒക്കെ കുറേ നേരം കുശലമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനം എടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ വേണ്ടേ, ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ നിന്ന് കഴിക്കുന്ന ഈ നാടിൻ്റെ ഏറ്റവും രുചികരമായ വിഭവം. അപ്പോൾ പുള്ളി പറഞ്ഞു പലതുണ്ട്, ഒരു കാര്യം ചെയ്യും, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഷീഷ് കബാബ് ആയാലോ. ഞാൻ പറഞ്ഞു ശരി. ഞാൻ കബാബ് കഴിച്ചിട്ടുണ്ട്. കബാബ് എന്ന് പറയുന്നത് പലയിടത്തും പല രീതിയിലാണ്. ചിലയിടത്തിൽ മാംസം അരച്ച് അത് ഒരു കോലയിൽ ഇങ്ങനെ ഉരുട്ടി പിടിപ്പിച്ച് കനലിൽ ചുട്ടെടുക്കുന്നതാണ് കബാബ്. മറ്റു ചിലയിടത്ത് കബാബ് മാംസത്തിൻ്റെ കഷ്ണങ്ങൾ തന്നെ ഒരു കമ്പിൽ കോർത്ത് കനലിൽ ചുട്ടെടുക്കുന്നതാണ്. ഷഷ്ലിക്കി എന്നും ഇതിന് റഷ്യൻ നാടുകളിൽ അല്ലെങ്കിൽ പഴയ സോവിയറ്റ് നാടുകളിലൊക്കെ ഷഷ്ലിക്കി എന്ന് പറയും. ഇവിടെ ഷീഷ് കബാബ് എന്ന് പറയുന്നത് ആടിൻ്റെ ഇറച്ചി ഇതേപോലെ തന്നെ മുറിച്ച്, അരച്ചല്ല മുറിച്ച് കമ്പിയിൽ കോർത്ത് കനലിന് മുകളിൽ വെച്ച് ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ ഷീഷ് കബാബ് തന്നെ ആയിക്കോട്ടെ, ഫ്രഷ് ആട്ടിറച്ചിയാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന പോലെ ഒരു പ്ലേറ്റ് ഇറച്ചി എന്ന് പറഞ്ഞ് അങ്ങ് മേടിക്കുകയല്ല. അവിടെ ചെന്ന് മാംസം നമ്മൾ തൂക്കി വാങ്ങണം. അപ്പോൾ ആദ്യം തന്നെ മാംസം എടുത്തു. എത്ര വേണമെന്ന് ഫാരിസ് അമ്മാവനോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് വേണം. അപ്പോൾ 3 പേർക്കും കൂടി ഏതാണ്ട് 1/2 കിലോ മാംസം എടുത്തു. അതെടുത്ത് തൂക്കി 1/2 കിലോയുടെ വില കൊടുത്താൽ മതി, പാചകത്തിനുള്ള പൈസ വേറെ ആയിരിക്കണം. അത് എടുത്തു മുറിച്ചു. പിന്നെ കമ്പിൽ, ഒരു പരന്ന കമ്പിയിൽ കോർത്തു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ ചില സാധനങ്ങളുണ്ട്, അത് നമ്മൾ പ്രത്യേകം പറയണ്ട. തക്കാളി, ക്യാപ്സിക്കം, പിന്നെ സവാള, ഇതൊക്കെ ഒരു കോലയിൽ ഇതേപോലെ തന്നെ ഒരു കമ്പിൽ കോർക്കും. എന്നിട്ട് ഈ മാംസത്തിനൊപ്പം അതും ഇങ്ങനെ ഗ്രില്ല് ചെയ്യും. ഇങ്ങനെ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നമുക്ക് കിട്ടുക. പിന്നെ കടല ചട്നി, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഏതായാലും ഞങ്ങൾ ഇതെല്ലാം ഓർഡർ ചെയ്തിട്ട് സീറ്റിൽ പോയിരുന്നു. അപ്പോൾ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഈ പാൽമിറയുടെ പുതിയ നഗരത്തിൻ്റെ ഒരു കാഴ്ചയൊക്കെ കിട്ടും. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ മുകളിൽ പോയി നിന്ന് ഈ പാൽമിറയുടെ പുതിയ നഗരത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു. ഈന്തപ്പനകൾ പലയിടത്തും വളർന്നു നിൽക്കുന്ന ഒരു ചെറിയ മരുപ്പച്ചയാണ് ശരിക്കും പറഞ്ഞാൽ പാൽമിറ. കുറച്ചകലെ നമ്മൾ മുമ്പേ കണ്ടു കഴിഞ്ഞ ആ പുരാനഗരത്തിൻ്റെ അവശേഷിപ്പുകൾ, ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന തൂണുകൾ, ബാൽദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഒക്കെ കാണാം.
അങ്ങനെ ഷൂട്ട് ചെയ്ത് ഞാൻ താഴെ വരുമ്പോഴത്തേക്കും ഭക്ഷണം എത്തി. ആദ്യം കുറച്ച് കുപ്പൂസ് കൊണ്ടുവന്ന് വെച്ചു, പിന്നെ കുറച്ച് സവോളയും ഈ പറഞ്ഞ ഗ്രില്ല് ചെയ്ത വെജിറ്റബിൾസും എല്ലാം കൊണ്ടുവന്ന് വെച്ചു. അതേ ഞങ്ങൾ പണി തുടങ്ങുമ്പോഴത്തേക്കാണ് ഷീഷ് കബാബ് വരുന്നത്. ഷീഷ് കബാബ് ഒരു കുബൂസ് ഇട്ട് മൂടിയാണ് കൊണ്ടിരുന്നത്, ചൂട് പോകാതിരിക്കാൻ വേണ്ടി. ആ കുബൂസ് അങ്ങ് പൊക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ആട്ടിൻ്റെ ഇറച്ചി ഇങ്ങനെ കനലിൽ മൊരിഞ്ഞത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അതീവ രുചികരമായ ഭക്ഷണമായിരുന്നു. ഇതിൽ അധികം മസാലകളൊന്നും ഇവർ ചേർക്കുന്നില്ലെങ്കിലും അതീവ രുചികരം. ഷീഷ് കബാബ് കഴിക്കേണ്ട ഒരു വിഭവമാണ് സിറിയയിൽ ചെന്നാൽ അല്ലെങ്കിൽ ലെബനോനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അതീവ രുചികരമായ ഭക്ഷണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിലൊന്ന് ഈ സിറിയയിലെ ഷീഷ് കബാബായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ മടക്കയാത്രയായി. അപ്പോഴത്തേക്കും സമയം 4 മണിയൊക്കെ കഴിഞ്ഞു. ബാഗ്ദാദ് 66 എന്ന് പറയുന്ന മറ്റൊരു റെസ്റ്റോറൻറ്റിൽ മടക്കയാത്രയിൽ ഞങ്ങൾ ഇറങ്ങി. അവിടെയും കാപ്പിയും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുമ്പോൾ ഒരു ബദുവിൻ വില്ലേജ് കണ്ടു. ബദുവിൻ്റെ കൂടാരങ്ങൾ കണ്ടു വഴിയരികിൽ. ബദുക്കൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മരുഭൂമിയിലെ ഗോത്ര മനുഷ്യരാണ്. നൂറ്റാണ്ടുകളായിട്ട് മരുഭൂമിയിൽ അലഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ. ഈ അറബി നാടുകളിൽ ഇന്ന് കാണുന്ന സൗദി അറേബ്യയിലും UAE ഭാഗങ്ങളിലും ഖത്തറിലും ഒമാനിലും ഒക്കെ ഈ ബദുക്കളുണ്ടായിരുന്നു. അവരിൽ വലിയൊരു ശതമാനം നഗരങ്ങളിൽ സെറ്റിലായി, അല്ലെങ്കിൽ അവർ ഈ നാടോടി ജീവിതം അവസാനിപ്പിച്ച് ഇന്ന് കാണുന്ന അറബികളായി മാറിയവരാണെന്ന് പറയപ്പെടുന്നത്. അതായത് അറബ് ഗോത്രങ്ങളുടെ എല്ലാം പൂർവികർ ഇത്തരം നാടോടി ഗോത്രങ്ങളായിരുന്നു എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. ഏതായാലും ഈ സിറിയയിലും ജോർദാനിലും ഒക്കെ ഇപ്പോഴും ധാരാളം ബദുക്കളുണ്ട്. അത്തരത്തിലൊരു ഗ്രാമത്തിൽ വണ്ടി നിർത്തി ഇറങ്ങി. ഈ കൂടാരങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് വണ്ടി നിർത്താൻ ഞാൻ പറഞ്ഞതാണ്. വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഇറങ്ങിച്ചെന്ന് പുറത്തു നിന്ന് ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെൻ്റെ നേരെ നടന്നു വന്നു. അദ്ദേഹത്തിന് എൻ്റെ ഭാഷയൊന്നും അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. പക്ഷേ ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞു, ക്ഷണിച്ചു. ഞാൻ ഈ കൂടാരത്തിനകത്തേക്ക് നടക്കുമ്പോൾ ഫാരിസ് അമ്മാവൻ ഓടി വന്നു. ഓടി നിന്നിട്ട് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു നോ 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 പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു വരാൻ പറഞ്ഞു എൻ്റെ കൂടെ. അപ്പം ഞാൻ തിരിച്ച് അമ്മാവൻ്റെ കൂടെ പയ്യൻ മനസ്സില്ലാ മനസ്സോടെ നടന്നു. കാരണം എനിക്ക് ഈ കൂടാരത്തിനകം ഇവരുടെ ജീവിതം ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മടങ്ങുമ്പോൾ അദ്ദേഹം പയ്യെ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇവർ സേഫല്ല, ഇവർ അത്ര സിവിലൈസ്ഡ് ഒന്നുമല്ല, അവരെങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുക, അവർ നിങ്ങളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്, കയ്യിലെ പണം എടുക്കലാണോ, ഇതൊന്നും അറിയില്ല. ഏതായാലും സേഫല്ല, നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഞങ്ങൾക്കാണ് ഉത്തരവാദിത്വം, അതുകൊണ്ട് ആ പരിപാടിക്കൊന്നും പോകണ്ട, നമുക്ക് പെട്ടെന്ന് പോയേക്കാം എന്ന് പറഞ്ഞ് എന്നെ വണ്ടിയെ കയറ്റി ഞങ്ങൾ മടക്കയാത്രയായി. രാത്രി ഏതാണ്ട് ഒരു 8-9 മണിയായി ഞങ്ങൾ തിരിച്ച് ഡമാസ്കസിലെത്തുമ്പോൾ. പിറ്റേന്ന് രാവിലെ ഇവർ വീണ്ടും ഓരോ 9 മണിയായപ്പോഴത്തേക്കും വന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാത്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് വ്യത്യസ്തങ്ങളായ 2 പ്രദേശങ്ങളിലൂടെയാണ്. സിറിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രദേശമാണ്, പരന്ന മരുഭൂമിയുടെ പ്രദേശം. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങനെയല്ല, വ്യത്യസ്തമായൊരു ഭൂഭാഗത്തേക്കാണ്. വ്യത്യസ്തമായ ഭൂഭാഗം എന്ന് പറഞ്ഞാൽ മലനിരകൾ, ആൻറ്റി ലെബനോൻ പർവ്വതനിരകൾ എന്നറിയപ്പെടുന്ന സിറിയയുടെ പടിഞ്ഞാറ് ഭാഗത്തും ലെബനോൻ്റെ കിഴക്ക് ഭാഗത്തുമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പർവ്വത പ്രദേശത്തേക്കാണ് പോകുന്നത്. ആ പർവ്വതത്തിൻ്റെ താഴ്വാരത്തുള്ള പച്ചപ്പിൻ്റെ പ്രദേശങ്ങൾ, ഈ സിറിയയുടെ തന്നെ ധാന്യ കലവറ എന്ന് വേണേൽ പറയാവുന്ന പ്രദേശങ്ങൾ, അവിടുത്തെ മലഞ്ചെരിവുകളിലും മലയിടുക്കുകളിലുമുള്ള ചരിത്രപ്രസിദ്ധമായ ചില സ്ഥലങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറിയ എന്ന് കേൾക്കുമ്പോൾ ഈ വരണ്ട മരുഭൂമിയുടെ കാഴ്ചയും തകർന്ന കെട്ടിടങ്ങളുടെ കാഴ്ചയുമൊക്കെയാണ് ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അതൊന്നുമല്ലാത്തൊരു ഭൂഭാഗത്തേക്കും ഒരു നഗരങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഒപ്പം സിറിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ ഒരു രാജ്യം എന്നാണെങ്കിൽ നമ്മൾ ഇന്ന് പോകുന്ന പ്രദേശങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. സിറിയയിലെ തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ മാത്രമല്ല, അതിലാദ്യം പോകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക്, അതായത് യാക്കോബായ ക്രിസ്ത്യാനികളുടെ ആചാര്യൻ്റെ ആസ്ഥാനത്തേക്ക്. ആദ്യം നമ്മൾ പോകുന്നത് സിറ്റ്നായ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അത് കഴിഞ്ഞ് മാലൂല എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കും പോകും. ഈ സിറ്റ്നായയും മാലൂലയും മലമ്പ്രദേശങ്ങളിലെ സ്ഥലങ്ങളാണ്. മാലൂല പ്രത്യേകിച്ച് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പർവ്വതത്തിൻ്റെ ചെരുവിലുള്ള ഒരു നഗരമാണ്. സിറ്റ്നായയും അതുപോലെ തന്നെ ഒരു പുരാതനമായ നഗരമാണ്. അങ്ങോട്ട് നമ്മൾ ഓടുമ്പോൾ നഗരം പിന്നിട്ട് പോകുമ്പം പലയിടത്തും കെട്ടിടങ്ങളുടെ മുകൾ ഭാഗത്ത് പുതുതായി ഏച്ച് കെട്ടിയ ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മിക്കവാറും എല്ലാ വീടിൻ്റെയും മുകളിൽ അഡീഷണലായിട്ട് പണിത ചില കെട്ടിടങ്ങൾ പോലെ അടുത്ത കാലത്ത് പണിത കെട്ടിടങ്ങളൊക്കെ കാണാം. പല ഭാഗത്തും ജനവാസ ഇടങ്ങളിലൊക്കെ തിങ്ങി നിറഞ്ഞ ആളുകൾ. അപ്പം ഫാരിസ് അമ്മാവൻ പറഞ്ഞു, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നറിയോ, ഇത് ഒരു 6-7 കൊല്ലം മുമ്പ് വരെ ഈ കെട്ടിടങ്ങളൊക്കെ ഒറ്റ നിലയുള്ള അല്ലെങ്കിൽ 2 നിലയുള്ള കെട്ടിടങ്ങളായിരുന്നു. അതിൻ്റെ മുകളിൽ ഈ അഡീഷണലായിട്ട് പണിതിരിക്കുന്നതെല്ലാം ഇറാഖിൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ, അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ട് സിറിയയിലേക്ക് വന്നു. ഈ അഭയാർത്ഥികൾക്ക് സിറിയയിലേക്ക് വന്നപ്പോൾ താമസിക്കാൻ ഇടമില്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു, അവരെ താമസിപ്പിക്കാൻ വേണ്ടി അവരുടെ വീടിൻ്റെ മുകളിൽ ഒരു നില കൂടി താൽക്കാലികമായിട്ട് പണിതു.
അങ്ങനെ ഈ വീടുകളുടെ ഓരോന്നിൻ്റെയും മുകളിൽ മറ്റൊന്നോ രണ്ടോ കുടുംബം കൂടെ വസിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് കുറച്ച് ഇവർക്ക് വാടകയൊക്കെ കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വീട് അഡീഷണലായിട്ട് പണിയുന്നത്. സൗജന്യമായിട്ടല്ല താമസിപ്പിക്കുന്നത്. യുദ്ധം നടക്കുന്ന ഇറാഖിൽ നിന്ന് കയ്യിൽ കിട്ടിയ വസ്തുക്കളും സമ്പത്തുമായിട്ട് സിറിയയിലേക്ക് അഭയാർത്ഥികളായി വന്ന ആളുകളുണ്ട്. അതിൽ സമ്പന്നരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, അധ്യാപകരുണ്ട്, പ്രൊഫസർമാരുണ്ട്, മതപണ്ഡിതന്മാരുണ്ട്, എല്ലാത്തരം ആളുകളുണ്ട്. ഇവരെല്ലാം യുദ്ധം നടക്കുന്നു, അവരുടെ കെട്ടിടം പ്രസ്ഥാനങ്ങൾ, അവരുടെ ഫാക്ടറികൾ, അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ എല്ലാം ഷെല്ല് വർഷത്തിലും മിസൈൽ വർഷത്തിലും തകർന്ന് തരിപ്പണമായപ്പോൾ കയ്യിൽ കരുതി വെച്ച, സൂക്ഷിച്ചു വെച്ച അവശേഷിച്ചതുമായിട്ട് ഈ സിറിയയിലേക്ക് ഒഴുകി വരികയായിരുന്നു. ഏതാണ്ട് 25 ലക്ഷം ആളുകളാണ് ആദ്യത്തെ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ കയറുന്നത്. 25 ലക്ഷം ആളുകൾ. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ, നമ്മുടെ വാർത്തകളിലൊന്നും നമ്മൾ കേൾക്കാത്ത, കാണാത്ത ജീവിതങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. അവരിപ്പോൾ ആ സിറിയയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പം. പക്ഷേ പട പേടിച്ച് പന്തളത്തി ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ സിറിയയിൽ 2011-12 കാലമായപ്പോഴത്തേക്കും അവിടെയും ഈ പട തുടങ്ങി. അപ്പോൾ ഇറാഖിൽ നിന്ന് അഭയാർത്ഥികളായി വന്നവരൊക്കെ പിന്നെ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇറാഖിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സിറിയ വഴി യൂറോപ്പിലേക്കോ മറ്റോ അഭയാർത്ഥികളായി പോയിട്ടുണ്ടാവാം. ഇവരുടെ ജീവിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ കഥ, പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ദുരിത ജീവിതത്തിൻ്റെ കഥയൊക്കെ ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ കണ്ണ് നനയിക്കുന്നതാണ്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ സിറ്റ്നായ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തുന്നു. നമ്മൾ ആദ്യം പോകുന്നത് യാക്കോബായ സഭയുടെ തലവനായ മോറാൻ മോർ ഇഗ്നോത്തിയസ് സഖാപ്രഥമൻ്റെ ആശ്രമത്തിലേക്കാണ്. ആശ്രമമല്ല, അവൻ്റെ ആസ്ഥാന മന്ദിരമാണ്. അവിടെ ദേവാലയമുണ്ട്, സഭയുടെ ഒരു ആസ്ഥാന മന്ദിരമുണ്ട്, അദ്ദേഹം താമസിക്കുന്ന മൊണാസ്ട്രി ഉണ്ട്. അതിലേക്കാണ് ചെല്ലുന്നത്. വളരെ വിപുലമായ ഒരു കെട്ടിട കോംപ്ലക്സ് ഒന്നുമല്ല, ദീർഘമായ ചരിത്രമുണ്ട്. അന്ത്യോക്യ എന്ന് പറയുന്ന തുർക്കിയിലാണ് ഈ സഭ രൂപം കൊള്ളുന്നത്. ഈ സഭാതലവൻ പിന്നീട് അലക്സാണ്ട്രിയ, ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലേക്ക് മാറി. അവിടുന്ന് പിന്നീട് പല കറക്കങ്ങൾക്ക് ശേഷമാണ് സിറിയയിലെ ഡമാസ്കസിനടുത്തുള്ള ഇവിടെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമാകുന്നത്. അവിടേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. അവിടേക്ക് ഞാൻ പോകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോസ് ലീവ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ ബന്ധങ്ങളുണ്ട്. അവിടെ ചെന്നാൽ ഈ മോറാൻ മോർ ഇഗ്നാത്തിയോസ് സഖാപ്രഥമനെ കാണാൻ പറ്റുമെന്നും അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം നമുക്ക് ഈ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെന്നു, ഈ കെട്ടിടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു, അവിടുത്തെ സ്വീകരണ മുറിയിൽ കാത്തിരുന്നു. അപ്പോൾ മലയാളിയായ ചില ഉദ്യോഗസ്ഥരുണ്ട് അവിടെ, ഫാദർ ജോഷുവയൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് മുൻകൂട്ടി ഈ വിവരം അറിയിച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് തിരക്കിട്ട ചില പരിപാടികളുണ്ട്. ഒരു 4 മണി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ഫ്രീ ആവും. ഈ 4 മണി കഴിഞ്ഞ് മതിയോ? അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് അവിടെ എത്തി. 4 മണി വരെ അവിടെ കാത്തിരിക്കാൻ പറ്റില്ല, ഇന്ന് പല സ്ഥലങ്ങളിലൂടെ പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ വരാം. ഏതായാലും അദ്ദേഹത്തെ കാണാൻ പറ്റാത്തതിൻ്റെ ദുഃഖത്തോടെ ഞങ്ങൾ അവിടുന്ന് യാത്രയായി. അവിടെ സിറ്റ്നായ എന്ന് പറയുന്ന നഗരത്തിലേക്കാണ് ഇനി പോകുന്നത്. സിറ്റ്നായയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു മലഞ്ചെരുവിലേക്കാണ് ചെല്ലുന്നത്. ആ മലയുടെ മുകളിലായിട്ട് ഒരു കന്യാസ്ത്രീ മഠമുണ്ട്. AD 500കളിൽ പണിത ഒരു കോൺവെൻറ്റ്, അതായത് ഏതാണ്ട് 1500-ലേറെ വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു കോൺവെൻറ്റ്. ഈ കോൺവെൻറ്റിലേക്ക് കയറണമെങ്കിൽ നമ്മൾ കുറേ സ്റ്റെപ്പ് കയറിപ്പോകണം. മലയുടെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. കുരിശുയുദ്ധകാലത്തും അതിനു മുമ്പും ഒക്കെ യൂറോപ്യൻസ് പോലും തീർത്ഥാടകരായി എത്തിയിരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ പറയപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്, അതിനകത്ത് കന്യകാമറിയത്തിൻ്റെ ഒരു വിശുദ്ധമായ ഒരു പെയിൻറ്റിംഗ് ഉണ്ടെന്നും അത് യേശുവിൻ്റെ ശിഷ്യനായ ലൂക്ക വരച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൂടാതെ അക്കാലത്തെ ചക്രവർത്തിക്ക് മുമ്പിൽ കന്യാകുമറിയം പ്രത്യക്ഷയായി അതിൻ്റെ പേരിൽ ഇവിടെ ഒരു മൊണാസ്ട്രി സ്ഥാപിക്കപ്പെട്ടെന്നും അതിങ്ങനെ തുടർന്നു വരികയാണെന്നൊക്കെയാണ് വിശ്വാസം. ഇപ്പോഴും അവിടെ സന്യാസിമാർ താമസിക്കുന്നുണ്ട്, സന്യാസിനിമാർ, കന്യാസ്ത്രീമാർ 50ഓളം പേര് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ കന്യാകുമറിയത്തിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെയുള്ള മുറിക്കകത്തിട്ട് നമുക്ക് കയറിപ്പോകാം. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി പോകണം, കുറേ കയറണം. അപ്പോൾ ഞാനിതിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് അന്തം വിട്ട് നിൽക്കുകയാണ്, ഇത് എങ്ങനെ കയറും എന്നുള്ളത്. കുറേ ദൂരം കയറാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫാരിസമ്മാവൻ വന്നിട്ട് പറഞ്ഞു, വാ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ വേറൊരു ഭാഗത്തൂടെ ചെല്ലുമ്പം അവിടെ ഒരു ലിഫ്റ്റുണ്ട്. സാധാരണ ടൂറിസ്റ്റുകളും തീർത്ഥാടകരും എല്ലാം ഈ സ്റ്റെപ്പ് വഴിയാണ് കയറി പോകുന്നതെങ്കിൽ നമ്മുടെ അമ്മാവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ചെറിയ ലിഫ്റ്റിനകത്തേക്ക് കയറ്റിയിട്ട് നേരെ മുകളിലേക്ക് പോയി. നട കയറാതെ ഈ കന്യാസ്ത്രീ മഠത്തിൻ്റെ ആ ഫ്ലോറിലേക്ക് എത്തി, അവിടെ ആ തട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ മൊണാസ്ട്രിക്കകത്ത് കയറി ഞാൻ പയ്യെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു മൊണാസ്ട്രിയാണ്. വളരെ രസകരമാണത്. ആ പ്രാകൃതമായ രൂപത്തിലാണ് അതിൻ്റെ നിർമ്മിതിയെങ്കിലും മലയുടെ പാതി ഉയരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന അതിമനോഹരമായിട്ടൊരു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. പക്ഷേ ഷൂട്ടിങ് നടക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നോ വീഡിയോ. അപ്പോൾ ഓരോ മുറിയിലും ഇങ്ങനെ കന്യാസ്ത്രീമാർ
വീഡിയോ എടുക്കുന്നത് തടയാനും ടൂറിസ്റ്റുകളെ ഇങ്ങനെ വഴിതിരിച്ചു വിടാനും ഒക്കെ ആയിട്ട് കാത്തു നിൽക്കുകയാണ്. ഈ കന്യാസ്ത്രീയമ്മമാർ തന്നെയാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്, അവിടുത്തെ കച്ചവടക്കാർ എല്ലാം. കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അവിടെ ഈ ഭക്തവസ്തുക്കളൊക്കെ വിൽക്കുന്നുണ്ട്. കൊന്ത, കുരിശ്, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ഫോട്ടോകളൊക്കെ. 50 കന്യാസ്ത്രീമാർ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്നൊരു ശീലമാണ്. ഈ സന്യാസ ജീവിതം എന്ന് പറയുന്നത്, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സന്യാസ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഏതാണ്ട് തുടക്കകാലം മുതലുണ്ട്. അതായത് പൊതു സമൂഹത്തിൻ്റെ ജീവിത രീതികളിൽ നിന്നെല്ലാം മാറി സാധാരണക്കാരുടെ ജീവിതാഭിലാഷങ്ങളെല്ലാം മാറ്റിവെച്ച് അവരുടെ ദൈനംദിന ജീവിതചര്യകളെല്ലാം ഉപേക്ഷിച്ച് പ്രാർത്ഥന, ധ്യാനം, പ്രധാനമായിട്ടും അനുസരണ, ദാരിദ്ര്യം ഇങ്ങനെയുള്ള വ്രതങ്ങളെടുത്ത് ഒരു വ്യത്യസ്തമായ ഭൂഭാഗത്ത്, മിക്കവാറും മലയുടെ മുകളിലാവാം, ഇരുണ്ട ഗുഹകളിലാവാം, വിദൂരമായ സ്ഥലങ്ങളിലാവാം, സാധാരണക്കാരുടെ ജീവിതമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ ജീവിച്ചു തീർക്കുന്ന വ്രതമെടുത്തിരിക്കുന്ന ആളുകളാണ് ഈ സന്യാസിമാർ. നമ്മുടെ ഹിമാലയ സാനുക്കളിലെ സന്യാസിമാരുടെ ഒക്കെ ഏതാണ്ട് ഒരേ സ്വഭാവം തന്നെ. ഇവർ ധ്യാനത്തിലാണ് കൂടുതൽ സമയവും, പ്രാർത്ഥനയിലാണ്, സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രയോജനം എന്നൊക്കെ ചിന്തിക്കാമെങ്കിലും ഇത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ശീലങ്ങളാണ്. അത് മനോഹരമായ സ്ഥലം, ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ മനോഹരമായ ആ പ്രദേശത്തിൻ്റെ ഷോട്ടെല്ലാം എടുത്ത് നമ്മൾ താഴേക്ക് ഇറങ്ങി. സിറ്റ്നായിൽ നിന്ന് താഴെ ഇറങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. സിറ്റ്നായുടെ നഗരഭാഗങ്ങളൊക്കെ പിന്നിട്ടാണ് പോകുന്നത്. സിറ്റ്നായ ഞാൻ പറഞ്ഞല്ലോ ഒരു മലയുടെ താഴ്വാരത്തും മലമുകളിലും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ പട്ടണമാണ്. ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയയിലെ 80% ആളുകളും മുസ്ലിങ്ങളാണെങ്കിൽ ഈ സിറ്റ്നായയിലും മാലൂല എന്ന് പറയുന്ന ഈ സ്ഥലത്തുമൊക്കെ ഏതാണ്ട് 2/3 ഭാഗവും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളുടെ ഒരു പ്രദേശമാണ് ഇതൊക്കെ. ഞാനീ പോകുന്ന 2008 കാര്യം പറയുന്നത്. ഇന്നത്തെ അവിടുത്തെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതൊക്കെ മാറിയിട്ടുണ്ടാവാം. കാരണം ISIS പോലുള്ള സംഘടനകളൊക്കെ ഭരണത്തിൽ വരികയും അവരുടെ പിടിയിലാകുകയും ചെയ്ത പ്രദേശങ്ങളിലൊക്കെ കഥകൾ മാറിയിട്ടുണ്ടാവാം. ആ കഥകളൊക്കെ ആ കാലത്ത് നമ്മൾ പല വാർത്തകളായിട്ട് കേട്ടിട്ടുണ്ട്. ഈ താഴ്വാരത്തൂടെ യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്തമായ, ഞാൻ പറഞ്ഞല്ലോ മരുഭൂമിയല്ല, കൃഷിയിടങ്ങൾ, ഫാമുകൾ ഇതൊക്കെയാണ് കാണുന്നത്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പലയിടത്തും ധാരാളം കോഴി ഫാമുകൾ കാണാം. ചില സ്ഥലങ്ങളിൽ മുന്തിരിത്തോട്ടങ്ങളാണ്. ദീർഘദൂരം നമ്മൾ സഞ്ചരിക്കുന്ന മുഴുവൻ മുന്തിരിത്തോട്ടങ്ങളിലൂടെ വശങ്ങളിലൂടെയാണ്. ചിലയിടത്ത് നമ്മൾ നല്ല തെളിനീരുമായിട്ട് ഒഴുകുന്ന അരുവികൾ കാണാം. അങ്ങനെ ഫലഭൂയിഷ്ടമായ ധാരാളം ജലമുള്ള ഒരു പ്രദേശത്തൂടെയാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൻറ്റി ലെബനോൻ പർവ്വതനിരകളിൽ നിന്ന് അല്ലെങ്കിൽ ഗോലാൻ കുന്നുകളുടെ കിഴക്കേ ചെരിവിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന ആ ജലമാണ് ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കുന്നത്. അവിടുന്ന് വീണ്ടും നമ്മൾ ഓടി മാലൂല എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തുകയാണ്. മാലൂലയും ക്രിസ്ത്യാനികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പക്ഷേ ഈ മാലൂലയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല തീർത്ഥാടകരായിട്ട് വരിക, അവിടെ മുസ്ലിങ്ങളും ധാരാളം തീർത്ഥാടകരായിട്ട് വരുന്നുണ്ട്. അവരും ഈ മാലൂലയിലെ അത്ഭുത പ്രതിഭാസങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ മാലൂലയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതി ആകെ മാറുകയാണ്. വലിയ ചുണ്ണാമ്പ് പാറകളാണ്. ഈ വമ്പൻ പാറകളുടെ മലയാണ്. ഈ മലയിലൂടെ വളഞ്ഞു പോകുന്ന പാത വ്യത്യസ്തമായൊരു ഭൂപ്രകൃതിയാണ്. ഈ പാറക്കെട്ടുകളിൽ, ഈ ചുണ്ണാമ്പ് പാറയുടെ കെട്ടുകളിൽ ധാരാളം പൊത്തുകൾ കാണാം, ഗുഹകൾ. ഈ ഗുഹകളൊക്കെ നമ്മൾ ഈ യാത്രയിൽ കാണാം. ഈ ഗുഹകളൊക്കെ ആദിമകാല ക്രിസ്ത്യാനികളെ സംസ്കരിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അതിനിടയ്ക്കൂടെ കുറേ ദൂരം ഓടി ചെല്ലുമ്പോഴേക്കും ഈ മലമടക്കുകളിലാണ്, ഈ പാറക്കെട്ടുകളുടെ ഇടയിലും പാറക്കെട്ടുകളുടെ മുകളിലുമൊക്കെ ആയിട്ടാണ് വീടുകൾ പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ വീടുകളുടെ ഒരു കോംപ്ലക്സ് ആയിട്ടാണ് ഈ മാലൂല നഗരം തന്നെ രൂപം കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ചുണ്ണാമ്പ് പാറകളുടെ ഉരുണ്ട പാറക്കെട്ടുകളുടെ മുകളിലായിട്ടാണ് ഈ നഗരം. ഏതാണ്ട് 1500ഓളം മീറ്റർ ഉയരത്തിലാണ് ഈ മാലൂല നഗരം. അതുകൊണ്ട് തന്നെ നല്ല സുഖകരമായ കാലാവസ്ഥയാണ്. പക്ഷേ അങ്ങോട്ടുള്ള വഴിയും രസകരമാണ്. വീതി കുറഞ്ഞ പാതയാണെങ്കിലും ആ യാത്ര അവിസ്മരണീയമായ ഒരു യാത്രയായിരുന്നു. അതിഗംഭീരമായ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ഓടി ഈ മാലൂലയുടെ ഒരു മൊണാസ്ട്രിയിലേക്ക് എത്തുകയാണ്. അവിടെയും ഒരു മൊണാസ്ട്രിയാണ് പ്രധാന കാഴ്ച. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നൊരു സ്ഥലമാണ് ഈ മൊണാസ്ട്രി. ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിനേക്കാൾ ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളാണ് ഇവിടേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് എനിക്ക് തോന്നി. കൂടാതെ കാലാവസ്ഥയുടെ ഈ സുഖവും. ഈ കെട്ടിടങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രാകൃത രൂപത്തിലാണ്, കല്ലടുക്കി വലിയ കൃത്യമായിട്ടുള്ള ചെത്തി മിനുക്കിയതൊന്നുമല്ല, ഒരു പ്രാകൃത രൂപത്തിൽ തന്നെ അടുക്കി പണിത കെട്ടിടങ്ങൾ. അത്തരത്തിൽ പണിത ഒരു കെട്ടിടം തന്നെയാണ് ഈ മൊണാസ്ട്രി. നൂറ്റാണ്ടുകളുടെ പ്രായമുള്ള ഒരു മൊണാസ്ട്രി. 1500 വർഷത്തിലേറെ ചരിത്രമുണ്ട് ഈ മൊണാസ്ട്രിക്ക്. ഈ മാലൂല പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അവർ സംസാരിച്ചിരുന്നത് അരാമിയ അല്ലെങ്കിൽ അരമായിക് എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. ഈ അരമായിക് ഭാഷ സംസാരിക്കുന്ന ജനമാണ് ഇപ്പോഴും അവിടെയുള്ളത്. എത്രയോ വർഷങ്ങൾ, 3000-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അരമായിക് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഈ മാലൂലയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മൊണാസ്ട്രിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ്
നമ്മുടെ ഫാരിസ് അമ്മാവന് ഒരു കാപ്പി കുടിക്കണം. അപ്പോൾ ഈ അവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്, അവിടെ പോയി ഒരു കാപ്പിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്കും ഈ ഒരു ഫാമിലി ആണ് ഈ ചായക്കട നടത്തുന്നത്, കഫറ്റീരിയ നടത്തുന്നത്. ഒരാൾ, അയാളുടെ ഭാര്യ, ഒരു മകളാണ് കാപ്പി കൊണ്ടുവന്ന് വിളമ്പുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ഒരാൾ ഫ്രണ്ട്ലി ആയി. അവൾ ഇതിലൂടെയാണ് കയറിപ്പോകേണ്ടതെന്ന് പറഞ്ഞു. ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാൽ താഴെയുള്ള ഈ മാലൂല ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാപ്പി എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അങ്ങ് മാറി ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറുന്ന ഒരു ടെറസുണ്ട്, അവിടെ കയറുന്ന താഴെയുള്ള ഈ മാലൂല നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഈ പഴയ ഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ഒരു തളിക പോലെ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന അരുവികൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു ഗംഭീരമായ ഒരു ഗ്രാമമാണ് ഈ മാലൂല ഗ്രാമം. അത് താഴ്വാരത്ത് കാണാം. അതൊക്കെ ഷൂട്ട് ചെയ്ത് കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഈ മൊണാസ്ട്രിക്കകത്ത് കയറി. ഈ മൊണാസ്ട്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2 വിശുദ്ധന്മാരുടെ പേരിലുള്ള ഒരു മൊണാസ്ട്രിയാണത്. ഈ വിശുദ്ധന്മാർ പ്രത്യേകതകളുള്ള വിശുദ്ധന്മാരാണ്. ഇണകളായിരുന്ന വിശുദ്ധരെന്നാണ് ചരിത്രത്തിൽ പലയിടത്തും പറയുന്നത്. അപ്പോൾ അതിൽ പല വ്യാഖ്യാനങ്ങൾക്കുള്ള സ്കോപ്പുണ്ട്. ഏതായാലും അവർ വിശുദ്ധരായി മാറി. അവരുടെ പേര് സെൻറ്റ് സെർഗ്യൂസ് ആൻഡ് സെൻറ്റ് ബാക്കസ് എന്നായിരുന്നു. സെൻറ്റ് സെർഗ്യൂസും സെൻറ്റ് ബാക്കസും അവരുടെ പേരിലാണ് ഈ മൊണാസ്ട്രി. ഇവർ 2 പേരും, ഈ സെൻറ്റ് സെർഗ്യൂസും സെൻറ്റ് ബാക്കസും റോമൻ സൈന്യത്തിലെ പടയാളികളായിരുന്നു. അവർ റോമക്കാരായിരുന്നോ അതോ സിറിയക്കാർ തന്നെയായിരുന്നോ എന്ന് തർക്കമുണ്ട്. ചില ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നത് ഇവർ സിറിയക്കാരായിരുന്നു. പക്ഷേ ഈ ഭാഗം എല്ലാം റോമ ഭരിച്ചിരുന്ന കാലത്ത് സിറിയൻകാരായിരുന്ന ഇവർ റോമൻ സൈന്യത്തിലെ പടയാളികളായിരുന്നു. നല്ല കരുത്തുള്ള ശരീരം, ഉയർന്ന ഉദ്യോഗം, സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു. പക്ഷേ ഇവർ രഹസ്യമായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചു. അത് റോമ സൈന്യത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഇവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം അക്കാലത്ത് ക്രിസ്ത്യാനിറ്റി വളർന്നു വരുന്നൊരു സമയമാണ്. അപ്പോൾ റോമിൻ്റെ പരമ്പരാഗത വിശ്വാസങ്ങളുണ്ട്, ദൈവങ്ങളുണ്ട്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഇതിൽ നിന്ന് മാറി രഹസ്യമായിട്ട് ഇവർ 2 പേരും ക്രിസ്ത്യാനികളായി മാറിയതോടുകൂടി ഇവർ അനഭിമതരായി മാറി. കനത്ത പീഡനങ്ങൾ ഇവർ സഹിക്കേണ്ടി വന്നു. കാരാഗ്രഹവാസത്തിന് ഇവരെ 2 പേരെയും ശിക്ഷിച്ചു. കഠിനമായ യാതനകളുടെ ദീർഘകാലത്തിൽ അവസാനം സെയിൻറ്റ് ബാക്കസ് മരിക്കുന്നു ആദ്യം. അദ്ദേഹം മരിച്ചതിന് ശേഷം തടവിൽ കിടക്കുന്ന സെയിൻറ്റ് സെർഗ്യൂസിന് പലതവണ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ വെച്ച് വീണ്ടും കണ്ടുകിട്ടും എന്ന വാഗ്ദാനമൊക്കെ നൽകിയിട്ട് സെയിൻറ്റ് ബാക്കസ് അപ്രത്യക്ഷനായി. സെയിൻറ്റ് സെർഗ്യൂസും ഈ കനത്ത പീഡനങ്ങളേറ്റ് മരിച്ചു. അങ്ങനെയാണ് അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇണകളായിരുന്ന വിശുദ്ധരുടെ ഒരു കഥ കൂടി നമ്മൾ ഈ മലമുകളിൽ വെച്ച് കേൾക്കുകയാണ്. സെയിൻറ്റ് സെർഗ്യൂസിൻ്റെയും സെയിൻറ്റ് ബാക്കസിൻ്റെയും കഥ. ഇപ്പോൾ ഈ മൊണാസ്ട്രി ഇരിക്കുന്ന ഭാഗം ഏതാണ്ട് 3000 കൊല്ലം മുമ്പ് തന്നെ ഇവിടെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അന്ന് റോമൻ ആരാധനാലയമായിരുന്നു. അന്ന് അപ്പോളോ ദേവൻ്റെ ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതാണ് പിന്നീട് ക്രിസ്ത്യാനിറ്റി വളർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ക്ഷേത്രം ഇരുന്ന സ്ഥലത്താണ് ഈ മൊണാസ്ട്രി പണിയുന്നത്. അതും 1500-ലേറെ വർഷങ്ങളുടെ ചരിത്രവുമായിട്ട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സിറിയയുടെ ഈ ഭാഗത്തൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇന്ന് നമ്മൾ വാർത്തകളിൽ കാണുന്ന, ഇന്ന് നമ്മൾ ടെലിവിഷനിൽ കാണുന്ന, സോഷ്യൽ മീഡിയയിൽ കാണുന്ന സിറിയയല്ല ഞാൻ സന്ദർശിച്ച കാലത്തെ സിറിയ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളൊരു സിറിയയല്ല. നമ്മൾ എന്തൊക്കെയാണോ ഇവിടെ അറിയുന്നത് അതിൽ നിന്നൊക്കെ വിരുദ്ധമായ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളാണ് 2008-ലെ യാത്രകളിൽ സിറിയ എനിക്ക് തന്നത്. വളരെ സ്നേഹസമ്പന്നരായ മനുഷ്യർ, വളരെ ഹൃദ്യമായി സ്വീകരിക്കുന്ന ആളുകൾ, വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, തീവ്രവാദത്തിൻ്റേതായ ഒരു ലാഞ്ചനയുമില്ലാതെ ഏതു മതസ്ഥരെയും സ്വീകരിക്കുന്ന, അവരുടെ ആരാധനാലയങ്ങളുള്ള, അവരുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളുള്ള ഒരു സിറിയ, സമൃദ്ധമായ കൃഷിയിടങ്ങളുള്ള പച്ചപ്പുള്ള ഒരു സിറിയ. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് മടക്കയാത്ര ആരംഭിച്ചു, മലയിറക്കം ആരംഭിച്ചു. മലയിറങ്ങി കുറേ ദൂരം ഓടി വരുമ്പോഴത്തേക്കും ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് ഫാരിസ് അമ്മാവൻ പറഞ്ഞു, ഇവിടെ ഒരു കാഴ്ചയുണ്ട്, ഒരു മൊണാസ്ട്രിയും കൂടെ നിങ്ങൾ കാണണം, അവിടേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, കുറച്ച് ദൂരം നടക്കണം, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം മുമ്പേ നടക്കുകയാണ്, ഞാൻ ക്യാമറയായിട്ട് പുറകെ നടക്കുകയാണ്. അങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് ഒരു മലയിടുക്കിലേക്കാണ്. മലയിടുക്കല്ല, പാറക്കെട്ടിനിടയ്ക്കൂടെയുള്ളൊരു വിള്ളൽ, ദീർഘദൂരം ഒരു ഇടുങ്ങിയ വിള്ളലാണ്. നമ്മൾ ജോർദാനിലെ പെട്രയിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയ മലയിടുക്കുകളിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ സഞ്ചാരത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെയുള്ളൊരു മലയിടുക്കാണ്. പാറക്കെട്ടിൻ്റെ ഇടുക്കുകളിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്, വളഞ്ഞ് പോവുകയാണ്. ചിലയിടത്ത് എത്തുമ്പോഴത്തേക്ക് ഈ മലയിടുക്ക് നേർത്തെ ഇടുങ്ങി വരും. ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാമെന്നത്ര മാത്രം വീതിയുള്ള ഒരു വഴിയായിട്ട് മാറും. ചിലയിടത്ത് കുറച്ചുകൂടെ വീതിയാകും. ഈ പാറക്കെട്ടിൻ്റെ വശങ്ങളിലെല്ലാം പൊത്തുകളുണ്ട്. ഈ പൊത്തുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നതാണ്. അങ്ങനെ നടന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ നടന്ന് നമ്മൾ വീണ്ടും ഒരു സന്യാസി മഠത്തിൻ്റെ സമീപത്തേക്ക് എത്തുന്നു. അവിടെ സാന്താ ടെക്ല എന്ന് പറയുന്ന ഒരു വിശുദ്ധയുടെ മൊണാസ്ട്രിയാണ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്.
വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന ആളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടയായ ഒരു പ്രഭുകുമാരിയായിരുന്നു സാന്താ ടെക്ല. ഈ ടെക്ല അദ്ദേഹത്തെ പിന്തുടരാൻ തീരുമാനിക്കുന്നു. ആ കുടുംബം തന്നെ ആ ടെക്ലയ്ക്ക് എതിരാവുന്നു. ഇതിൻ്റെ പേരിൽ അവിടുത്തെ ഭരണാധികാരികൾ സെയിൻറ്റ് പോളിനെ തന്നെ തുറുങ്കിലടയ്ക്കുന്നു. ഒരു ദിവസം മാതാപിതാക്കളെയൊക്കെ ധിക്കരിച്ച് ടെക്ല സെയിൻറ്റ് പോളിനെ കാണാൻ കാരാഗ്രഹത്തിലെത്തുന്നു. അവിടെ വെച്ച് ഇവളും പിടിയിലാകുന്നു. ഇവളെ ഒടുവിൽ ദഹിപ്പിച്ച് കളയാൻ തീരുമാനിക്കുന്നു, കത്തിച്ച് കളയാൻ തീരുമാനിക്കുന്നു. അവളെ തീക്കകത്തേക്ക് വലിച്ചെറിയുമ്പോഴേക്കും അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിലാണത്രേ നമ്മളീ നടന്നുപോയ ഭൂമിയിൽ ആ വിള്ളലുണ്ടായെന്നൊക്കെയാണ് വിശ്വാസം. ആ ഭൂകമ്പത്തിൽ ഇവൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ദീർഘകാലം അവൾ പല പല പരീക്ഷണങ്ങളെ, പല പല ഭീഷണികളെ അതിജീവിച്ച് 92-ാമത്തെ വയസ്സിൽ വീണ്ടും പ്രതിസന്ധികളെ അതിജീവിച്ച് അവൾ റോമിലേക്ക് രക്ഷപ്പെട്ടു പോയി എന്നൊക്കെയാണ് ചരിത്രം. ഈ കഥകളിലും ഈ പുരാണങ്ങളിലും ഒക്കെയുള്ള വിശ്വാസത്തിൻ്റെ തീവ്രത കൊണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോഴും അവിടേക്കൊക്കെ വരുന്നുണ്ട്. ഫാരിസ് അമ്മാവൻ ഈ കഥയൊക്കെ പറഞ്ഞാണ് നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പഞ്ചാബിലൂടെയാണ് യാത്ര ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോകും. നോക്കത്താ ദൂരം വിളഞ്ഞ ഗോതമ്പ് വയലുകളാണ്, ധാരാളം ജലമുള്ള, ധാരാളം കൃഷി നടക്കുന്ന, ഒലിവിൻ്റെ തോട്ടങ്ങളുള്ള, അത് കഴിഞ്ഞാൽ നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന ഗോതമ്പ് വയലുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിലയിടത്തെല്ലാം കൊയ്ത്ത് നടക്കുകയാണ്. ഞാൻ അവിടെ ഇറങ്ങി ഈ കൊയ്ത്ത് നടക്കുന്ന പാടങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി. കൊയ്ത്തന്ത്രങ്ങൾ കൊണ്ടാണ്, ആളുകൾ കൈകൊണ്ടൊന്നുമല്ല. കൊയ്ത്തന്ത്രമുണ്ട്, മെതിയന്ത്രമുണ്ട്. കൊയ്ത്തന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ ടില്ലറുണ്ടല്ലോ, അതുപോലത്തെ 2 പേർക്ക് തന്നെ കൊണ്ടു നടക്കുന്ന കൊയ്യാവുന്ന, കൊയ്ത് ബണ്ടിലാക്കി കറ്റ കെട്ടി വിടുന്ന ചെറിയ ചെറിയ യന്ത്രങ്ങൾ. എനിക്ക് തോന്നുന്നത് സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ കൊണ്ടുവന്നായിരിക്കണം. വളരെ കൺവീനിയൻ്റായ യന്ത്രങ്ങൾ, അതുപോലെ തന്നെ മെതിക്കുന്ന യന്ത്രങ്ങൾ. ഇതൊക്കെ ഞാൻ ഈ വഴിയോരങ്ങളിൽ നിന്ന് ഈ പാടങ്ങളിലേക്ക് ഇറങ്ങി നിന്നൊക്കെ ഷൂട്ട് ചെയ്തു. ഈ പാടത്തിൻ്റെ ഓരത്തൊരു ഭാഗത്ത് കൂടാരമടിച്ച് ബന്ധുക്കൾ താമസിക്കുന്നുണ്ട്. ഞാൻ ആ ബന്ധുക്കളുടെ ഗ്രാമത്തിലേക്കും കയറി ചെന്നു. അവിടെ പലരുമുണ്ട്. ഒരാൾ വലിയൊരു പാത്രത്തിൽ വെള്ളം കോരിക്കൊണ്ടുവന്നൊരു വലിയ തൊട്ടിക്കകത്ത് ഒഴിക്കുന്നു, കൽത്തൊട്ടിക്കകത്തേക്ക്, അല്ലെങ്കിൽ ഒരു വലിയൊരു തൊട്ടിക്കകത്ത് വെള്ളം നിറയ്ക്കുന്നു. ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആടിനെ കുളിപ്പിക്കാനാണ്. ആടിനെ കുളിപ്പിക്കാൻ എന്തിനാ? അപ്പോൾ ഫാരിസമ്മാവൻ പറഞ്ഞു തന്നു, അവരുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു, ഒരാടിന് പനിയാണ്. അപ്പോൾ ഇവർ പനി വരുമ്പം ആടിനെ ചികിത്സിക്കുന്നത് ഈ ചെമ്മരിയാടാണ്, ദേഹം മുഴുവൻ രോമമാണല്ലോ, ഇതിനെ വെള്ളത്തിലങ്ങ് കുളിപ്പിക്കും നന്നായിട്ട്. അപ്പോൾ ശരീരം മുഴുവൻ നന്നായിട്ട് തണുക്കും. നമ്മൾ ഈ പനി വരുമ്പോൾ നെറ്റിയെ തുണി നനച്ചിടുന്നു പറഞ്ഞ പോലെ ഇതാണ് ഈ ബന്ധുക്കളുടെ രീതികൾ. ബന്ധുക്കൾ നൂറ്റാണ്ടുകളായി ആട് മേയിച്ച് നടക്കുന്ന ജനമാണ്. അവർക്കറിയാം ആടിന് ഒരു അസുഖം വരുമ്പോൾ അതിൻ്റെ പ്രതിവിധി എന്താണ് അസുഖം എന്നൊക്കെ. അങ്ങനെ ആടിനെ നനയ്ക്കുന്ന ബധുവ് ഒരു കുട്ടി എൻ്റെ കൂടെ കൂടി. അവൻ ഓരോ കാഴ്ചയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഓരോ ടെൻറ്റിൻ്റെയും മുറ്റത്തും അകത്തും ഒക്കെ ആയിട്ട് ഒരു കുടുംബം വസിക്കുകയാണ്. ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ടാണ് അവർ വസിക്കുന്നത്. അവർ നാടോടികളാണ്. ഒരു ഭാഗത്ത് പുല്ല് തീർന്നു കഴിയുമ്പോൾ ആടിനെയും കൂട്ടി അവർ മറ്റൊരു ഭാഗത്തേക്ക് പോകും. എൻ്റെ കൂടെ വന്ന ആ പയ്യൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നു. അവരെ കൊണ്ട് എനിക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇത്തരം ബധു ഗ്രാമങ്ങളിലൊക്കെ, ഗ്രാമമെന്ന് പറയത്തില്ല, അവർ കുറേ വീടുകൾ, ഏതാനും കുടുംബങ്ങൾ ഒന്നിച്ച് ടെൻ്റടിച്ചാണ് താമസിക്കുക. കാരണം പരസ്പരം സഹകരിക്കാനും അത്യാവശ്യം വന്നാൽ ഒന്നിച്ച് നിൽക്കാനും, അതുപോലെ തന്നെ ഇവരുടെ ആടിനെ ആക്രമിക്കാൻ ഏതെങ്കിലും മൃഗങ്ങളോ മറ്റാരെങ്കിലും വന്നാൽ അതിനെ പ്രതിരോധിക്കാനും ഒക്കെ ആയിട്ട് 5-6 വീട്ടുകാർ ഒന്നിച്ചായിരിക്കും ഇവർ യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ ബന്ധുക്കൾ തന്നെ ആയിരിക്കാം, പലരും സഹോദരങ്ങളൊക്കെ ചേർന്നായിരിക്കാം. അതിൽ സ്ത്രീകൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കൂടുകയാണ്. പുരുഷന്മാരാണ് ആടുമായിട്ട് മലഞ്ചെരുവുകളിലേക്ക് പോവുക. പകൽ അവർ യാത്ര ചെയ്ത് ആ പരിസരത്തിന് കുറച്ച് അകലേക്കൊക്കെ ആടുകളുമായിട്ട് പോകും. അതിനെ തീറ്റി തിരിച്ചു കൊണ്ടുവരും. ഈ സമയത്ത് പാചകം ചെയ്യലും മറ്റു കാര്യങ്ങളും കുട്ടികളെ നോട്ടവും ഒക്കെയാണ് സ്ത്രീകൾ. ഞാൻ ഈ ബന്ധുക്കളുടെ കൂടാരവും അവരുടെ ജീവിതവും ഒക്കെ ചിത്രീകരിച്ച് നിൽക്കുമ്പോൾ ഫാരിസമ്മാവൻ വന്ന് വിളിച്ചു, നമുക്ക് പോകണ്ടേ, യാത്ര തുടരണം. ഞങ്ങൾ ഈ ഹൈവേയിലൂടെ വീണ്ടും യാത്ര തുടരുകയാണ്. സിറിയയുടെ വ്യത്യസ്തമായ ഭൂഭാഗങ്ങളിലൂടെ, വ്യത്യസ്തമായ കാഴ്ചകളിലൂടെ, വ്യത്യസ്തമായ സംസ്കാരങ്ങളിലൂടെ സഞ്ചാരം തുടർന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.